ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ആദ്യം നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ലൈക്കിനും വ്യൂസിനും വേണ്ടിയിട്ട് ഒരു മൈനർ കുട്ടിയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്ത് ആ കുട്ടിയെ സൈബർ കൊലപാതകത്തിന് വിട്ടുകൊടുക്കുന്നതാണോ വലിയ തെറ്റ്? അതോ പണ്ട് തല്ലുകൂടി നടന്നിട്ട് ഇപ്പോൾ വലിയ സദാചാരവും നിയമവും ഒക്കെ പ്രസംഗിക്കാൻ വരുന്നതാണോ വലിയ തെറ്റ്? എന്തായാലും ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം സജന ഫിറോസും ദിയാസനയും തമ്മിലുള്ള സൈബർ പോര് ഇപ്പോൾ സകല അതിരുകളും ലംഘിച്ചിരിക്കുകയാണ്. ദുബായ് സ്വർണ്ണക്കടത്തിന്റെ ഓഡിയോ ക്ലിപ്പുകളും പോക്സോ കേസിന്റെ വക്കീൽ നോട്ടീസും ഒക്കെ കളി ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലായിട്ടാണ് നടക്കുന്നത്. എന്തായാലും ഇതിൽ ആർക്കാണ് ഒടുക്കത്തെ പണി കിട്ടാൻ പോകുന്നതും ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഒളിച്ചോടുന്നതെന്നും ഒട്ടും വളച്ചുകെട്ടില്ലാതെ തന്നെ ഉള്ളതുപോലെ ഇന്ന് നമുക്ക് അങ്ങ് പറയാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ. നമുക്കപ്പോ നേരെ കാര്യത്തിലേക്ക് പോകാം. കൂട്ടുകാരെ, നമുക്ക് ആദ്യം ആ ഒരു വോയിസിലേക്ക് വിവാദത്തിലേക്ക് വരാം. കാരണം നമുക്കറിയാം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രായപൂർത്തിയാകാത്ത വെറും 16-17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡ് സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിക്കുന്നുണ്ട്. ഓൾറെഡി ഞാനും ഈ ഒരു വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഞാൻ അതിന്റെ ഒരു ചെറിയ ബൈറ്റ് മാത്രമാണ് എടുത്ത ആ ഒരു വോയിസിൽ ഇട്ടത്. കാരണം എനിക്കറിയാം അത് നമുക്ക് പണി കിട്ടുന്ന പരിപാടിയാണ്. മൈനർ, അതായത് 16-17 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വോയിസ് ആണ്. അത് നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പ്രചരിപ്പിക്കാൻ പാടില്ല. അത് നമുക്കറിയാം അതിനെ കിട്ടുന്ന പണി എന്താണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും, ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പലരും പേര് സഹിതം തന്നെയാണ് അതിലെടുത്തത്. അത് ഏറ്റവും വലിയ കുറ്റകരമായിട്ടുള്ള സംഭവമാണ്. എന്തായാലും സജിനയാണ് ഈ ഒരു ഓഡിയോ ലീക്ക് ചെയ്തത് എന്നാണ് ദിയാസനയും പറയുന്നത്. ശരിക്കും എനിക്ക് ഒരു ചോദ്യം ഇവിടെ ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, സജിനയ്ക്ക് ഇത്രയും വലിയൊരു ക്രൈമിനെ കുറിച്ച്, അതായത് ഒരു മൈനർ കുട്ടി നേരിട്ട ആ ഒരു ക്രൂരതയെ കുറിച്ച് അറിവ് ലഭിച്ചിട്ട് മാസങ്ങളായില്ലേ? സമൂഹത്തോട് ഇത്രയും പ്രതിബദ്ധതയുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് അത് അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അത് അറിയിച്ചില്ല? അന്ന് അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലേ? ഒരു പെൺകുട്ടിയുടെ കണ്ണീരിന് അന്ന് ഒരു വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാൻ നിന്നില്ല, ഒരു വില കൊടുക്കാൻ നിന്നില്ല. പക്ഷെ ഇന്ന് തനിക്ക് പബ്ലിസിറ്റി കിട്ടാനും ഫിറോസ് ഖാനെ വ്യക്തിപരമായിട്ട് തകർക്കാനുള്ള ഒരു ആയുധമാക്കുകയാണ് സജന ഇവിടെ ചെയ്തത്. അതിലും കഷ്ടം ചില മൂന്നാംകിട യൂട്യൂബ് ചാനലുകാർക്ക് ഈ ഒരു ഓഡിയോ കൊടുത്തത്. അതായത് കുട്ടിയുടെ പേര് പോലും മറയ്ക്കാതെ പബ്ലിഷ് ചെയ്ത ആ കുട്ടിയെ വീണ്ടും സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തത് കഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇപ്പോൾ CWC ഇടപെട്ട് ആ ഒരു വീഡിയോകൾ മാറ്റിച്ചിട്ടുണ്ട്. നിയമത്തിന് മുന്നിലെ സജന ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടി വരും. ഇനി ഇതിന്റെ ഒരു മറുപുറം രണ്ടാം ഘട്ടം നോക്കുവാണെങ്കിൽ ദിയാസനയുടെ കാര്യം എടുത്തു നോക്കാം. അതായത് താൻ വലിയ നിയമപാലകയും കമ്മീഷണർ ഓഫീസിലെ സ്ഥിരം സന്ദർശകയുമാണ് എന്നുള്ള രീതിയിലാണ് ദിയാസനയുടെ സംസാരം. സജിനെ പൂട്ടിയിട്ട് അടങ്ങൂ എന്ന് പറഞ്ഞു വാളും പരിചയമാറ്റി നിൽക്കുകയാണ് പുള്ളിക്കാരി. എന്നാൽ ദിയാസനയോട് ജനങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതായത് സജിനയുടെ ഈ കൈയിൽ നിന്ന് ഒരു ഓഡിയോ തന്റെ കയ്യിലും കിട്ടിയിരുന്നു എന്ന് ദിയാസന തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിവരം എന്തുകൊണ്ട് ഇത്രയും നാൾ പുറത്തു പറയാതെ പൂഴ്ത്തി വെച്ചത്? ദിയാസനയ്ക്കും ഇതിൽ പങ്കില്ലേ? എന്തായാലും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നപ്പോൾ ഇല്ലാത്ത എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് ഇപ്പോൾ പിണങ്ങിയപ്പോൾ മാത്രം ദിയാസനയ്ക്ക് ഉണ്ടായത്? സ്വന്തം വാട്സാപ്പിലെ അബദ്ധത്തിൽ കൈതട്ടിപ്പോയ വീഡിയോ കോളിനെ ചൊല്ലിപ്പോലും സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ രീതിയിൽ വായ്ത്താരി നടത്തുന്ന ഇവർ ശരിക്കും ഇരയായ കുട്ടിയുടെ നീതിക്ക് വേണ്ടിയാണോ അതോ സജനയോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനാണോ ഈ ഒരു കമ്മീഷണർ ഓഫീസ് കയറി ഇറങ്ങുന്നത്? എന്തായാലും നിയമങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ പോകുന്നത്. ഇനി ഇതിലെ അടുത്തൊരു വലിയ ബോംബ് എന്ന് പറയുന്നത് ദുബായിലുള്ള റോഷ്നി എന്ന സ്ത്രീയുടെ ഫോൺ റെക്കോർഡിങ്സ്. അത് പുറത്തു വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. ആ ഫോൺ റെക്കോർഡിങ്സ് ഇതിനോടകം തന്നെ എല്ലാവരും കേട്ട് കഴിഞ്ഞു. അതിലെ സജിന സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നും അതിന് പിന്നിലെ റസൂൽ പുക്കുറ്റി എന്നൊരു വ്യക്തി ഉണ്ട് എന്നൊക്കെ തന്നെയാണ് ആരോപിച്ചിരിക്കുന്നത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനം സജന പറ്റിയിട്ടുണ്ടെന്നും എനിക്ക് പേടിയാണ് മക്കളെ, എന്നാലും ഞാൻ ഇത് കൊണ്ടുവരാം എന്ന് സജന പറയുന്ന ഓഡിയോ തന്റെ കയ്യിലുണ്ടെന്ന് ദിയാസനയും പറയുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് ഇരവാദവും പാവൻ ലുക്കും പിടിച്ചിരിക്കുന്ന സജനയും മറുവശത്ത് ഇങ്ങനെയുള്ള വലിയ മാഫിയ ഇടപാടുകളില് പങ്കാളിയാണോ എന്നുള്ള സംശയം ജനങ്ങളിൽ ശക്തമാണ്. ദിയാസന നൽകിയ മാനനഷ്ട കേസിലെ മൊഴിയെടുക്കാൻ മ്യൂസിയം പോലീസ് പലതവണ സജനെ വിളിച്ചിട്ടും അവര് ഫോൺ എടുക്കുന്നില്ല. സ്റ്റേഷനിൽ ഹാജരാകുന്നതുമില്ല. താൻ നിരപരാധിയാണെങ്കിൽ സജന എന്തിനാണ് ഒളിച്ചോടുന്നത്? അത് മാത്രമല്ല, ശാസ്തമംഗലത്തെ വീട് മാറി അവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ഒളിച്ചുകളി തന്നെ അവരുടെ ഭാഗത്തെ തെറ്റിലേക്കാണ് സത്യം പറഞ്ഞ വിരൽ ചൂണ്ടുന്നത്. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇതൊരു സീരിയൽ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ പോലെയാണ് കൂട്ടുകാരെ. ബിഗ് ബോസിന് ശേഷം ഈ രണ്ടുപേരുടെയും കരിയർ ഏതാണ്ട് ഡള്ളായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു തല്ലുകൂടലിലൂടെ രണ്ടുപേർക്കും വീണ്ടും പബ്ലിസിറ്റിയും റീച്ച് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ യൂട്യൂബർമാർക്ക് മന്തിയും ബിരിയാണിയും വാങ്ങാനുള്ള കണ്ടന്റും കിട്ടുന്നുണ്ട്.
ജനങ്ങൾ ഇത് കാണുന്നത് വലിയ കാര്യമാക്കാനൊന്നുമല്ല, മറിച്ച് ഇന്ന് ആർക്കിട്ട് കൊട്ടും എന്ന് അറിയാനുള്ള വെറും ഒരു ടൈം പാസ് മാത്രമാണ്. നമുക്കറിയാം, തുടക്കത്തിൽ സജനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു സിമ്പതി സോഷ്യൽ മീഡിയയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഫിറോസ് ഖാനുമായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ഓഡിയോ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് സജന ലീക്ക് ചെയ്തു എന്നുള്ള ആരോപണം വന്നതോടുകൂടി തന്നെ ഈ ഒരു പബ്ലിക് സെന്റിമെന്റ്സ് സജനയ്ക്ക് എതിരായി കഴിഞ്ഞു. ഇനി ഇവരെന്ത് പാവത്തനം കാണിച്ചാലും നിയമത്തിന് മുകളിലല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കമന്റുകൾ ഏറെയും വരുന്നത്. പോലീസിനെ പേടിച്ച് ഫോൺ എടുക്കാതെ ഒളിച്ചു നടക്കുന്നു എന്നുള്ള വാർത്ത കൂടി വന്നതോടെ സജനയുടെ സോഷ്യൽ മീഡിയ ഇമേജിന് വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദിയാസനെ കുറിച്ച് പറയണമെങ്കിൽ പണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രോളുകളും ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ദിയാസന. എന്നാൽ ഈ ഒരു വിഷയത്തിലെ തെളിവുകളുമായിട്ട് കമ്മീഷണർ ഓഫീസിൽ കയറി പരാതി നൽകിയതോടുകൂടി തന്നെ ആളുകൾ ദിയാസനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ പറയുന്നതിൽ കാര്യമുണ്ടായിരിക്കും, സജനെ പൂട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് പുതിയ കമന്റുകൾ വരുന്നത്. എങ്കിലും സൗഹൃദത്തിലുണ്ടായിരുന്നപ്പോൾ ഇതൊന്നും പറയാതെ ഇപ്പോൾ പിണങ്ങിയപ്പോൾ മാത്രം എന്തിനാണ് വലിയ സാമൂഹിക സേവനം ചെയ്യുന്നത് എന്നുള്ള ചോദ്യവും ചിലർ ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെയാണല്ലോ, കൂട്ടുകാരിരിക്കുമ്പോൾ രഹസ്യമായിരിക്കും. പക്ഷേ ആ ഒരു കൂട്ടിന് അല്ലെങ്കിൽ അതിന് ഒരു വിള്ളൽ സംഭവിച്ചാൽ ആ രഹസ്യം പിന്നെ പരസ്യമാകും. അത് സ്വാഭാവികം, മനുഷ്യ സഹജം. അത് ഈ പറയുന്ന ദിയാസനയുടെ സജനയുടെ കൂട്ടുകെട്ടിൽ മാത്രമല്ല കൂട്ടുകാരെ, നമ്മുടെ ഇടയിലും ഉണ്ട്. അതൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ കാര്യത്തിലൊന്ന് അനലൈസ് ചെയ്താൽ മതി. നമ്മുടെ പല രഹസ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചെയ്ത്, രഹസ്യമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ ഈ ഒരു വിവാദം കാരണം ഒരു നല്ല കാര്യം കൂടി ഉണ്ടായി. അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഓഡിയോ അല്ലെങ്കിൽ പേരോ സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിപ്പിച്ചാൽ പണി പാളും എന്നുള്ള കാര്യത്തിൽ BNS ആക്ട് അല്ലെങ്കിൽ പോക്സോ ആക്ട് എന്നതിനെ കുറിച്ച് സാധാരണക്കാരായ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ ബ്ലോഗേഴ്സിനും ഇപ്പോൾ നല്ലൊരു പേടിയും ബോധവൽക്കരണവും വന്നിട്ടുണ്ട്. കുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയ ഒരു ബ്ലോഗർ, നിങ്ങൾക്കറിയാം, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എന്തായാലും ആ ബ്ലോഗറിനെതിരെ ജനങ്ങൾ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും വെറും ഒരു ചാലഞ്ച് എന്നായി തുടങ്ങിയ ഒരു അടിയാണ് ഇപ്പോൾ സ്വർണ്ണ കടത്തുന്ന രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് എത്തിയതോടെ സോഷ്യൽ മീഡിയ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കസ്റ്റംസ് പോലീസും ഇതിൽ ഇറങ്ങിയാൽ സജനയും മാത്രമല്ല, ഇതിൽ പറയുന്ന റസൂൽ പൂക്കുറ്റിയുടെയും മറ്റു ബ്ലോഗർമാരുടെയും കരിയർ തന്നെ തീരും എന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ വിലയിരുത്തൽ. ചുരുക്കം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെ വിളിക്കുന്നത് അടിയോടടി അണ്ണാക്കിൽ വെടി എന്ന് തന്നെയാണ്. രണ്ടുപേരും വിശുദ്ധരല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു മക്കളെ. എങ്കിലും നിയമപരമായിട്ട് സജന ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലാണ്. ദിയാസനയ്ക്ക് താൽക്കാലികമായിട്ട് ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയും ചെയ്തു. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നൊക്കെ പറഞ്ഞ് എത്ര മെഴുകിയാലും ശരി, അകത്താകാനുള്ള വകുപ്പുണ്ടെങ്കിൽ പോലീസ് പൊക്കുക തന്നെ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കാൻ വലിയ എളുപ്പമാണ്. പക്ഷേ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വീട് മാറി ഒളിച്ചോടുന്നത് എന്തിനാണെന്ന് അറിയില്ല. എന്നാൽ ഇവിടെ ആരും വിശുദ്ധരല്ല എന്നുള്ള കാര്യത്തിൽ മനസ്സിലായല്ലോ. ഇതൊരു ഒന്നൊന്നര അടി തന്നെയാണ്. ഇതിന്റെ അവസാനം ആരുടെയൊക്കെ അടപ്പ് തെറിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണ്? സജനെ പോലീസ് പൊക്കുമോ അതോ ദിയാസനയുടെ ഈ ഒരു കളി വെറുതെ ആകുമോ? കട്ടിക്ക് തന്നെ താഴെ വന്ന് കമന്റ് ബോക്സുകൾ രേഖപ്പെടുത്തുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ അടിച്ചു തകർക്കുക കേട്ടോ. അടുത്തൊരു കിടക്കാച്ചി കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.